അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വന്ന് എന്താ വെച്ചാൽ ഇന്നലെ തിരുവോണമായിരുന്നു വന്നപ്പോൾ അവിട്ടല്ലേ അവിട്ടം. അപ്പോൾ പോണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ തറവാട്ടിൽ നിന്ന് അച്ഛനും അമ്മയുണ്ട്, അനിയനും ഭാര്യയും മേമയും വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ. അപ്പോൾ ചോറൊക്കെ റെഡിയായി. കറി വന്നപ്പോൾ മോര് കറി വെച്ചെന്ന്. അപ്പോൾ എല്ലാവരും എല്ലാരും ഇവിടെ അവിട്ടം തവിട്ട് പൊടിയാക്കും. എല്ലാ ഓണം കഴിഞ്ഞപ്പോ എല്ലാരും അങ്ങോട്ട് പാതാക്കരയ്ക്ക് പോകുന്നുണ്ട്. അനിയത്തിന്റെ അവിടേക്ക് പോവാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ. ഓണം എല്ലായിടത്തും വേണ്ടേ ചിലയിടത്തും അപ്പൊ ഓണപ്പൊ കഴിഞ്ഞു. അടുത്ത കൊല്ലം നേരത്തെ ഓണം വന്നാ നേരത്തെ കൊണ്ടാടാ അടിച്ചു പൊളിക്കാം. സ്പെഷ്യൽ എന്താച്ചാ കാണിച്ചു തരാം. സ്പെഷ്യൽ ഇനിയിപ്പോ എന്തെങ്കിലും കൊണ്ടുവരാൻ പോയെന്നോ അറിയില്ല. ഞാൻ ഉപ്പേരിക്കേ നമ്മുടെ കായും പയറും കയ്പൊക്കെ കൂടെ മിക്സഡ് ഉപ്പേരി ലാസ്റ്റത്തെ ഒക്കെ പാടെ പച്ചക്കറിയൊക്കെ കൂടി ഇതാക്കിയിട്ട് ഇനിയിപ്പോ എന്താ രസം ഉണ്ടെന്നല്ല മോര് കറി വെച്ചു. നമ്മുടെ ഈ സാമ്പാറ് എന്ന് കൂട്ടിയിട്ട് ഇപ്പൊ മോര് കറി വെച്ചു. പിന്നെ ഞങ്ങൾ എന്താ വെച്ചിട്ടാ ചിക്കൻ്റെ കുറച്ചുണ്ട്. ഇനിയിപ്പോൾ അവർ പോയിട്ടുണ്ടെങ്കിൽ എന്താ കൊണ്ടുവരാറില്ല. അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഞാൻ ചോറുണ്ണുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഇപ്പോൾ വന്നെന്ന് വർത്താനം കാര്യങ്ങളൊക്കെ പറയുകയാണ്. എപ്പോഴെങ്കിലും അല്ല എപ്പോഴും ഒറ്റയ്ക്കല്ല ഉണ്ടാവാറ്. അപ്പോൾ എല്ലാവരും കൂടെ അച്ഛനുണ്ട് കേട്ടോ അവിടെ. അച്ഛനിവിടെ ആരുമില്ല. രാജേട്ടനും ഇവരെ പ്രതിഭട്ടനൊക്കെ പുറത്തേക്ക് വരില്ല. അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ബോറടിച്ചിട്ടാവും. TV എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇരുന്ന് കാണാമല്ലോ. അപ്പൊ അച്ഛത്തിലെങ്ങനെ വെറുതെ പോയേക്കാണ്. മേലായാൽ വയ്യാണ്ട് കിടക്കണം. ഇവിടെ അല്ല അപ്പുറത്തെ സുബൈത്താത്തല്ലേ അവര് ഭർത്താവ് വയ്യാണ്ട് കിടക്കുകയാണ്. അത് കിടക്കവിടെ ഉണ്ട്. കൊറേ ആയി വയ്യാണ്ടായിട്ട്. അവിടെ നമ്മളാ മേലെ വീട്ടിൽ അച്ഛനെ കയറാൻ വയ്ക്കില്ലല്ലേ. വഴുക്കലും ഉണ്ടാവണേ അവിടെ ഉണ്ട്. അവര് കണ്ടാ വരും. അച്ഛനെ കണ്ടാ വരുന്നുണ്ടാവും മറ്റേ സുബൈത്താത്തേ. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ നമ്മളവിടെ നബിദിനത്തിന്റെ ഘോഷയാത്രയൊക്കെ പോയായിരുന്നു. ഞാനപ്പോൾ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയാ പൂവ് ഇന്ന് രാജേട്ടനാ പൂവിട്ട് കേട്ടോ. പക്ഷെ പൂവിട്ടുണ്ടോ പുള്ള കട്ടിച്ചെന്നുണ്ടോ ആ കോഴിയാൾ അതൊക്കെയും ചിരക്കി കളഞ്ഞു. ഇന്ന് നാളെ കൂടോ നാളെ കൂടെ ഇടല്ലേ. ആ അച്ഛൻ പറഞ്ഞില്ലേ ചതയം ചതച്ചു പോണ ദിവസമാണ്. അപ്പൊ നാളെയും കൂടെ നീ പൂവിടണം. അവിടെ ഇട്ടിട്ട് കാര്യമില്ല. ഇന്നലെ പിന്നെ 16 മകം വരെ നമ്മള് 16 മകം വരുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഇടില്ലല്ലോ. നാളെയും കൂടെ ഇടും. പിന്നെ 16 മകത്തിന്റെ അന്നും ഇടും അല്ലേ. അയ്യോ അതാ കോഴി പിന്നെയും ചനിക്ക് കുട്ടിയോ. അതന്നെ പറഞ്ഞതേ ഒക്കെ കോഴിയാളെ വാങ്ങി കൂടെ വന്നിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ ഇനി ഇവരെന്താ കൊണ്ടുവരുന്നത് നോക്കട്ടെ. ഇങ്ങനെ രസാട്ടോ. കാരണം എപ്പോഴും ഒറ്റയ്ക്കാണ് നമുക്ക് തന്നെ കണ്ടറിയാം. നമ്മുടെ ഒറ്റയ്ക്കാണ് ഉണ്ടാവാറ്. ഇന്നലെ അതുപോലെ രസം ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ വന്ന് ഓണം അങ്ങനെ അത് രാജേട്ടൻ്റെ ഓരോ ശീലങ്ങൾ. ഇന്നലെ പിന്നെ മറ്റൊരു വന്നുമില്ലല്ലോ. കുഞ്ഞുമോളും വരും. ഇവിടെ ഇതൊക്കെ അതൊക്കെ അവിടെ ഇവിടെ തോന്നുന്നു. അപ്പൊ ഇനി എന്താ പറയാ ഒക്കെ റെഡിയാക്കട്ടെ. എല്ലാരും ഇവരെ കൂടെ അങ്ങോട്ട് പോകുമ്പോ ആകാരക്ക് അപ്പൊ എനിക്ക് പോവാൻ പറ്റില്ല. ഇവര് വൈകുന്നേരം പോകും. ഞാനിപ്പൊ 3 മണിക്ക് ശേഷം പോണം. മറ്റേ നിഷ ലീവല്ലേ. അപ്പൊ കുറച്ചേരെങ്കിലും പോവാ. ലാബ് ഇങ്ങനെ അടച്ചിടുമ്പോ ഒരു ഇതല്ലേ. ചോറ് വേണം എല്ലാരും കൂടെ. അപ്പൊ നമ്മളെ രശ്മി ഇല്ല അതില്. എന്റെ വീട് പാലക്കാടാണ്. ദൂരം പോണ്ടേ. ആ നിമിഷം ഇവിടെ എല്ലാവരും കൂടെ കൊണ്ടാടും. അപ്പൊ രശ്മി പോയിട്ടുണ്ട്. ഞങ്ങളൊന്നും പോയിട്ടില്ല ഇപ്പൊ. അപ്പൊ ഇങ്ങനെ ഞങ്ങളിപ്പോ എപ്പോഴാ വരിക? തിങ്കളാഴ്ച ക്ലാസ്സില്ലേ. ജോലിയുള്ള കാരണം ഞങ്ങളൊന്നും പോവാ. ഇവിടെ പിന്നെ റേഷൻ കടയിൽ പോണ്ടേന്ന് പറഞ്ഞിട്ടായിരുന്നു. നമ്മളിവിടെ കുന്നക്കാലത്തിന്റെ റേഷൻ കടയിലാണ്.
അപ്പൊ പിന്നെ ഇപ്പൊ ഇന്ന് നാളെ തിങ്കളാഴ്ച മുതല് സ്കൂളും എല്ലാവരും വലിയ നാളെ അപ്പൊ അങ്ങനെ എല്ലാരും കൂടെ ഉള്ളത് കൊണ്ട് അങ്ങനെ കൂടാ. അപ്പൊ വേഗം എന്താ കൊല്ലം അങ്ങനെ തന്നെ കേട്ടോ. അവിട്ടം തന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ടാ എന്താ വെച്ചാൽ അടിച്ചു പൊളിച്ച് തമർത്തിട്ടാ ഇവിടെ സദ്യയില് എന്താണ് തിരുവോണം ഉത്രാടം അവിടെ വീട്ടില്, തിരുവോണം തറവാട്ടില്, പിന്നെ അവിട്ടം ഇവിടെ അങ്ങനെ അങ്ങനെ അടിച്ചു പൊളിക്കും. ഇപ്പൊ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോരും ലാസ്റ്റ്. ഇവിടുന്ന് അനിയത്തിനോടെ നാളെ ഓണത്തിന് പാത്രം മോറിയിട്ട് കമിച്ച് പോരാ. നമ്മളെ എല്ലാവരും കൂടെ ഉള്ളപ്പോഴല്ലേ ആഘോഷിക്കാൻ പറ്റുള്ളൂ. ഉള്ളത് വെച്ചിട്ട് നമ്മൾ ആഘോഷിച്ചിട്ട് അടിച്ചു പൊളിക്കുക. അങ്ങനെയൊക്കെയാണ് ഓണം എന്തായാലും ഉഷാറായി. അഖിലൊക്കെ ഉണ്ട്. അഖില അപ്പൂസുള്ള അവർക്ക് പിന്നെ അവര് മതിയാവണ്ടേ. അമ്മു അങ്ങനെ തന്നെ കേട്ടോ. അമ്മ ഇപ്പൊ ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ വരും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനി എല്ലാവരും ഓണം എങ്ങനെയാണെന്നുള്ള ഒരു കമന്റ് ചെയ്യും. എല്ലാരും ഇപ്പൊ ആഘോഷിച്ചു ഏതൊക്കെ സദ്യ അല്ലാതെ ആഘോഷിക്കണതല്ലോ. അതെ അതെ അങ്ങനെ. അപ്പൊ ഞങ്ങളിനി ബാക്കി കൂടെ ഒക്കെ റെഡിയാക്കാൻ കാണിക്കാം. അതാ അവിടെ 2 മണിയായിട്ട് സമയം. അപ്പൊ ആണുങ്ങളൊക്കെ ചോറുണ്ടോ ഞങ്ങൾ എല്ലാവരും ചോറുണ്ടാണ്. ഇതേ അതുകൊണ്ടാണ് പോലെ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിച്ച് കഴിക്കുന്ന സാധനമാണ്. അതൊക്കെ സദ്യയിൽ വരുമ്പോൾ ഇവിടെ എത്തി വന്നാൽ ഞങ്ങൾ കൊണ്ടുപോകും. ലാസ്റ്റ് ചിക്കനിലാണ് ഞങ്ങൾ ഇവിടെ അപ്പൊ എല്ലാവരും ചിക്കൻ ഫ്രൈ വരുന്ന കോസ്റ്റ് ഉണ്ട്. ചിക്കനും ഉണ്ട് കേട്ടോ. അവിടെ കുറേശ്ശേ ഉള്ളൂ ചിക്കൻ. പാവങ്ങളെ ഞങ്ങള് അല്ലേ ചിക്കൻ കുറേശ്ശേ ഉള്ളൂ. അപ്പഴാ പ്രാവശ്യത്തെ നമ്മളെ ഓണം ഇവിടെ കഴിഞ്ഞു അല്ലേ. ഇനി അവിടെ അവിടെ പോയിട്ട് നമുക്ക് കഴിക്കട്ടെ. അപ്പോഴേ ഞാൻ എന്താ പറയാ പോയിട്ട് 3 മണിക്ക് പോയി. അവരൊക്കെ 3:30 ആയിരുന്നു പോകുമ്പോൾ, വീട്ടിൽ പോകുമ്പോൾ. അവർക്ക് ഇനി പാതാക്കര പോകണം. മാമയുടെ അവിടെ ഓണാഘോഷമാണ്. എന്നാൽ നാളെയൊക്കെ ഓണം. അപ്പം അപ്പൂസും പോയിട്ടുണ്ട്. വന്നപ്പോഴേക്കും അപ്പൂസും പോയിട്ട് ഞാൻ അതിനെക്കുളത്ത് ലാബിൽ പോയായിരുന്നു. മറ്റയാൾ ലീവാവുകൊണ്ട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് 7 മണിയൊക്കെ ആയിരുന്നു എത്തുമ്പോൾ. അന്ന് ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുരുകറിയൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് കോഴിമുട്ട മേടിച്ചു. അപ്പം എന്നാൽ കോഴിമുട്ട ഓംലെറ്റ് ഉണ്ടാക്കി. ഞാനും അമ്മു രാജേട്ടനുള്ളൂ. അപ്പൂസും പോയില്ല. പാത്രങ്ങളൊന്നും കഴിയില്ല. ഒക്കെ അവിടെ വെച്ചു. എന്താ വെച്ചിട്ട് ഇന്നലത്തെയും മിനിയാന്ന് ഓണത്തിൻ്റെ ഒക്കെ പാടെ ആ പണിയൊക്കെ പാടെ നമ്മൾ ശരിയാണ്. ഒന്നും ഉച്ചയ്ക്ക് കടന്നുറങ്ങാനും പറ്റിയില്ല. എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഓടായപ്പോഴേ കടന്നുറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അമ്മച്ചി രാജേട്ടനോട് പാട്ട് വെച്ചിട്ട് ഉറക്കം വെച്ചിട്ട് അപ്പോൾ ഇത് നിർത്തിയതാണ്. ഭയങ്കര പാട്ട് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു. ഉച്ചയ്ക്ക് വന്ന് പാത്രങ്ങൾ ഇപ്പം നാളെ ഞായറാഴ്ച അല്ലേ, ഒരു സാവധാനം നീക്കണുള്ളൂ വെച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നിർത്തുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇനി നാളെ കാണാം. ഇന്നത്തെ കുഞ്ഞു വിഷയമാണ്. അത്രയുള്ളൂ.